ഓ ഞാനിതാ എത്തി. ഹലോ, ഗുഡ് മോർണിംഗ്. നീ അത് ശരിയാക്ക്, ഞാൻ ഇത് ശരിയാക്കാം. ഈ ക്യാമ്പ് എങ്ങനെയുണ്ട് ജോർജ്? ഇതായിരിക്കും ഏറ്റവും നല്ല ക്യാമ്പ്. നിനക്കൊരു കാര്യം അറിയോ ജോർജ്? വെളിയിൽ നിന്ന് നോക്കുന്നതിനേക്കാളും അകത്ത് പോയി നോക്കിയാൽ സൂപ്പർ ആയിരിക്കും. ആ ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലേ? ജോർജ്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ ടെന്റ് വളരെ നന്നായി കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ക്യാമ്പിലല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ ക്യാമ്പ് ബുക്കിൽ ഞാൻ എപ്പോഴും വായിക്കുന്ന സബ്ജക്ട് ഇത് തന്നെയാണ്. ഒരു ക്യാമ്പർ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ പ്രാക്ടീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം, നമ്മൾ ക്യാമ്പിൽ കറക്റ്റ് സമയത്ത് തന്നെ എത്തണം. അങ്ങനെയാണെങ്കിൽ ശരി, ഞാനെല്ലാം പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി ബിസ്ക്കറ്റ്, കുറച്ച് ചിപ്സ്, പിന്നെ എന്റെ ചക്കരക്കുട്ടിക്ക് വേണ്ടതെല്ലാം. ഹോ, ഞാനിപ്പോ ഇത് എടുക്കാൻ മറന്നേനെ. കണ്ടത് നന്നായി. സ്നോബെൽ, ഞങ്ങളിതാ ക്യാമ്പിന് പോകാൻ തുടങ്ങുന്നു. ഞാൻ എന്താ വരാതിരിക്കുന്നറിയോ? എനിക്ക് പറ്റിയ സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈയിടെയായിട്ട് എനിക്ക് വീട് വിട്ട് വെളിയിൽ പോകാൻ വലിയ പ്രയാസമാണ്. ഞങ്ങൾ അവിടെ സന്തോഷമായിട്ട് കളിക്കും, നല്ല ആഹാരം കഴിക്കും. പിന്നെ